കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസിലെ ജീവനക്കാരും ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകൾ പുറത്ത്. വൈഷ്ണവയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാരാണ് വൈഷ്ണവ് ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടെ താമസിക്കുന്നതിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിയത്. മേയർ ഊട്ടിയുടെ വികൃതികൾ എന്ന വിഷയമാണെന്ന് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി എ ഷുക്കൂർ, LDF പ്രതിനിധി വെമ്പായൻ നസീർ, BJP പ്രതിനിധി പി കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ വി റെജി എന്നിവരാണ് അതിഥികൾ. അതിഥികളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം. 24 വയസ്സുകാരിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വിററിപൂണ്ടാണ് ജനസേവനത്തിനായി പ്രവർത്തിക്കേണ്ട മേയറുടെ ഓഫീസിനെ CPM കള്ളവോട്ട് സെല്ലായി ഉപയോഗിച്ചത്. ഈ പരാതിയിൽ ഔദ്യോഗികമായി ഒരു അന്വേഷണ ചുമതലയും ഇല്ലാത്ത മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാർ വൈഷ്ണവ് ഹാജരാക്കിയ രേഖകളിലെ വീടുകളിൽ നേരിട്ടെത്തി താമസക്കാരിൽ നിന്ന് ഭീഷണിയുടെ സ്വരത്തിൽ സത്യവാങ്മൂലം എഴുതി വാങ്ങിയത് പിണറായി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ മുഖം തുറന്നു കാട്ടുന്നു. ഈ അധികാര ദുർവിനിയോഗത്തിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഉത്തരവാദപ്പെട്ടവരുടെ മൗനം ഈ കേസിൽ മേയർക്കുള്ള ഒത്താശയുടെ ആഴം വ്യക്തമാക്കുകയാണ്. CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വൈഷ്ണവയ്ക്കെതിരെ നടപടി ആരംഭിച്ചത്. അന്തിമ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 18/564 എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണവ് താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുമായിരുന്നു പരാതി. ഇതിന്റെ പേരിൽ ക്ലർക്ക് GM കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ വീണ്ടും കളങ്കിത നീക്കങ്ങൾ അരങ്ങേറി. തുടർന്ന് സൂപ്രണ്ട് R പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണവ് നൽകിയ പ്രധാന രേഖകൾ പോലും പരിശോധിക്കാതെ ഏകപക്ഷീയമായ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ വോട്ട് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തു. ഇലക്ട്രൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി V സജികുമാർ ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വൈഷ്ണവയുടെ പേര് പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഇവിടെ ഔദ്യോഗിക സംവിധാനങ്ങൾ മേയറുടെ രാഷ്ട്രീയ കളികൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന നെറുകേടിന്റെ രാഷ്ട്രീയമാണ് കണ്ടത്. എന്നാൽ ഇതിനെല്ലാം സമാന്തരമായാണ് കോർപ്പറേഷനിലെ പ്രോജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ തെളിവുണ്ടാക്കൽ ദൗത്യം ഏറ്റെടുത്തത്. ഞങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും 2 വർഷമായി മറ്റാരും ഇവിടെയില്ലെന്നും എന്നുമുള്ള കള്ളസത്യവാങ്മൂലം ഈ ഉദ്യോഗസ്ഥർ താമസക്കാരിൽ നിന്നും എഴുതി വാങ്ങുകയായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയുടെ ജനാധിപത്യ അവകാശം കവർന്നെടുക്കാൻ സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കള്ളരേഖകൾ ഉണ്ടാക്കുന്ന ഈ സമീപനം CPM നേതൃത്വത്തിന്റെ ഫാസിസ്റ്റ് മനോഭാവത്തെയാണ് വിളിച്ചോതുന്നത്. ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്. ശ്രീ വെമ്പായൻ നസീർ, ഇവിടെ ഇപ്പോൾ ഈ മേയർ, നിങ്ങൾ പറയുന്ന മേയർ, അന്ന് നമുക്കറിയാം ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ CPM അവതരിപ്പിച്ച മേയറാണ്. സ്വാഭാവികമായും അതുപോലെ വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ വൈഷ്ണവ് എന്ന് പറയുന്നത്. കാരണം ഈ ചെറിയ പ്രായത്തിൽ വരുന്നു. സ്വാഭാവികമായും അങ്ങനെ താൻ ആ രീതിയിലൂടെ വന്ന ഒരാളാണ്. തനിക്ക് ശേഷം വരുന്ന കുട്ടികളും ഇത്തരത്തിൽ വരണം, അവരും ഉയർന്നു വരണം എന്ന ചിന്താഗതിക്ക് പകരം ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? ഇവിടെ മുട്ടട മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്കെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ എന്തൊക്കെയോ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തി എന്ന് നിങ്ങളുടെ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെടുകയാണ്. അല്ല, രേഖകൾ സത്യത്തിൽ എന്ത് രേഖ സാർ? അത് വാസ്തവത്തിൽ അത് തെറ്റാണ്. തെറ്റായ ഒരിക്കലുമല്ല പറഞ്ഞോളൂ. അത് തെറ്റായ സന്ദേശങ്ങൾ നിങ്ങൾ വ്യാപകമായി സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അത് ആര്യ രാജേന്ദ്രൻ്റെ തലയ്ക്ക് നിങ്ങൾ ഇടുകയാണ്. കാരണം ആര്യ രാജേന്ദ്രൻ മേയറായി തലസ്ഥാന ജില്ലയിൽ ചുമതല ഏറ്റതു മുതൽ നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കുഴപ്പങ്ങളെന്നല്ല, കുഴപ്പം നിങ്ങൾക്കാണ്. ഈ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വക്താക്കൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ മുതിർന്ന തൊട്ടപ്പന്മാർ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ആ സ്ഥാനം, വലിയ സ്ഥാനം 20-22 വയസ്സുള്ള ഒരു യുവതി, അതെങ്ങനെയാ CPM അല്ലേ കൊടുത്തത്? പിന്നെ CPM അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തങ്ങൾക്ക് ഭരിക്കേണ്ടിയിരുന്ന ഈ ഒരു സ്ഥാനമാണ് എടുത്തത്. അത് ഈ പറഞ്ഞതുപോലെ ഈ കാരണഭൂതൻ ഒക്കെ ഉള്ള തീരുമാനം അല്ലല്ല, ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ അന്ന് വേറെ യോഗ്യതയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇത്തരത്തിൽ പ്രായം കുറഞ്ഞ ഒരാളിനെ അവതരിപ്പിക്കുന്ന പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ താങ്കൾ ഈ അസഹിഷ്ണുത പറഞ്ഞത് CPMലുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയാണ്. കാരണം ഇവരുടെ ഓരോ ഭാഗത്തെ വീഴ്ചകൾ പറ്റുമ്പോഴും അവരാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള
തെളിവുകൾ സഹിതം മറ്റ് മാധ്യമങ്ങൾക്കടക്കം വാർത്തകൾ നൽകുന്നതും. ഏത് മുതിർന്ന നേതാവ് സാർ, അതിന് തെളിവുണ്ടോ? അല്ല, അതല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞത് CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈഷ്ണയ്ക്കെതിരെ നടപടി ആരംഭിച്ചത്. അതായത് അന്തിമ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 18/564 എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുമായിരുന്നു പരാതി. ഇതിന്റെ പേരിൽ ക്ലർക്ക് GM കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ വീണ്ടും കളങ്കിത നീക്കങ്ങളാണ് അരങ്ങേറിയത്. അതിൽ സൂപ്രണ്ട് R പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ നൽകിയ പ്രധാന രേഖകൾ പരിശോധിച്ചിട്ടില്ല. മറ്റൊന്ന്, ഏകപക്ഷീയമായ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ വോട്ട് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തു. ആര് ശുപാർശ ചെയ്തത്? അതായത് ഇലക്ട്രൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി V സജികുമാർ ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വൈഷ്ണയുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ആര് ഒഴിവാക്കി? ഈ ഇലക്ട്രൽ ഓഫീസർ V സജികുമാർ. ആരപേക്ഷ കൊടുത്തിട്ട്? ഇവിടുന്ന് കൊടുത്ത, അതായത് ഏകപക്ഷീയമായ റിപ്പോർട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വോട്ട് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തത് സൂപ്രണ്ട് R പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗും അതോടൊപ്പം തന്നെ ക്ലർക്ക് GM കാർത്തിക നടത്തിയ അന്വേഷണത്തിലും. നിങ്ങൾ അതിന് പാർട്ടിയുടെ ഒക്കെ പേര് എന്ത് സാർ വലിച്ചടയ്ക്കുന്നു? അല്ല, പാർട്ടിയുടെ പറഞ്ഞാൽ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ്, ഇപ്പോൾ ശബരിമല വരുമ്പോഴും ദേവസ്വം ബോർഡിന്റെ ഓരോരുത്തർ അകത്താവുമ്പോഴും പാർട്ടിയുടെ പേരെന്തിനാ പിന്നെ എന്തിനാ ഈ സംവിധാനം? ആവശ്യമില്ലാതെ ഈ തുടക്കത്തിൽ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ആര്യ രാജേന്ദ്രന്റെ പേര് ഇതിൽ പരാമർശിച്ചോ സാർ? അല്ലല്ല, ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ ഇതിൽ ആര്യ രാജേന്ദ്രന്റെ പേരില്ലല്ലോ. കോർപ്പറേഷനിലെ പ്രോജക്ട് അവിടുന്നുള്ള ഓഫീസിൽ നിന്നല്ലേ ഇതൊക്കെ പോകുന്നത്? നിങ്ങൾ ഈ ഓഫീസിൽ നിന്നല്ലേ ഇതൊക്കെ പോകുന്നത്? വായിച്ച അതായത് കോർപ്പറേഷനിലെ പ്രൊജക്ട് സെല്ലിലെ ക്ലർക്കൊക്കെ അല്ലേ ഇതിനകത്തുള്ളത്? അതിൽ ആര്യാജിന്റെ പേര് പറയുന്നോ? അല്ല, അങ്ങനെ ഇത് ഞാൻ പറയട്ടെ. ഇപ്പൊ താങ്കൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, താങ്കളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പേര് പറയുമ്പോൾ താങ്കളല്ലേ ഗൃഹനാഥൻ? മേയർ എന്ന് പറയുന്ന നഗരപിതാവല്ലേ? കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ വരുന്നതല്ലേ? നിങ്ങളിപ്പോ ശബരിമലയുടെ ഇത് വരുമ്പോ നിങ്ങൾ പറയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തലസ്ഥാന ജില്ലയെ ചുമതലയുള്ള മന്ത്രിമാരെ പേരും കൂടെ അങ്ങ് പറയാത്തത് അല്ലല്ല, ഇത് ഓരോന്നിലായിട്ട് വരുവാണ്. ഇപ്പൊ ആനാവൂർ നാഗപ്പൻ വഴി പല പല കേസുകൾ വന്നു. അന്നും ഇതാണ് പറഞ്ഞത്. ഈ ആനാവൂർ നാഗപ്പൻ ഇതിനകത്ത് കോർപ്പറേഷനിലെ നിയമനവുമായി ബന്ധപ്പെട്ട്, താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രൻ നടത്തിയ ഇത് സംബന്ധിച്ച് അന്ന് പറഞ്ഞപ്പോഴും അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. എന്ത് നടത്തിയ? അന്ന് ഈ കോർപ്പറേഷനിലെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മേയറുടെ ഓഫീസ് ഇടപെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അന്നും നിങ്ങൾ പറഞ്ഞത് ഇത് മേയർ നേരിട്ട് ഇടപെട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇതെന്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഫെയിലർ എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ. സാർ, ഈ ആര്യ രാജേന്ദ്രൻ 22 വയസ്സുള്ള ആര്യ രാജേന്ദ്രൻ മേയറായി തലസ്ഥാന ജില്ലയിൽ ചുമതലയേറ്റതു മുതൽ അസ്വസ്ഥതയും അതുപോലെ മറ്റുള്ള ഒരു ഇത് നിങ്ങൾ കോൺഗ്രസ്സുകാരിടങ്ങളിൽ നിന്ന് അത് കാണിച്ചു തുടങ്ങി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ ആര്യ രാജേന്ദ്രൻ എന്ന് മുതൽ ഈ ചാർജ് എടുത്തു അന്ന് മുതൽ നിങ്ങൾക്ക് അസ്വസ്ഥതയും വെപ്രാളവും നിങ്ങൾക്ക് ഈ ബാക്കി പത്രമാണ്. എന്താണ് ഇപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ മത്സരിക്കാതെ മാറി നിൽക്കുന്നു, മത്സരിക്കാൻ മാറി. അതിന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാകും അഴിമതി കാണിച്ചത് മാറ്റിയതാണ്. എന്തോ മാറി നിൽക്കുന്നതല്ല, മാറ്റിയതാണ്. എന്താ സാർ നിങ്ങൾ അത് നിങ്ങൾക്ക് എന്തുകൂടാ നിങ്ങൾക്ക് എന്തുകൂടാ സാർ? നിങ്ങളെ കോൺഗ്രസ്സുകാരെ പോലെ 100 വയസ്സായാലും കോൺഗ്രസിന് അവര് മാറിക്കൊടുത്ത് പിന്നീട് അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നീട് വ്യക്തമാവും. എന്തിനാണ് മാറിയെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പുതുതലമുറയ്ക്ക് മാറിക്കൊടുത്തെന്ന് പിന്നീട് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഇവിടെ ഈ ആര്യ രാജേന്ദ്രന്റെ സത്യത്തിൽ മലയാള ഭാഷയിൽ പറഞ്ഞ വേട്ടയാടുകയാണ്. ആ രാജേന്ദ്രൻ അത് നിങ്ങൾ കുഞ്ഞുബാവയെന്നും കുണുബാവയെന്നും കുട്ടിയെന്നും പറഞ്ഞ് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും പല ഇതിനു മുമ്പുള്ള പല ആൾക്കാരും ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസ്, ഞാനിപ്പോ ഇതെല്ലാം പറഞ്ഞല്ലോ, ഇനി ഒന്നും കൂടെ എനിക്ക് ആവർത്തിക്കാൻ വയ്യ. ശ്രീ എ ഷുക്കൂർ ഇവിടെ ഇപ്പോൾ വെമ്പായ നസീർ പറയുന്നത് ഇതുപോലെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും പറയുന്നത് ഇത്തരത്തിൽ അവരുടെ ഓഫീസല്ലേ ഇടപെടുന്നത്, ഉദ്യോഗസ്ഥരല്ലേ എന്ന രീതിയിൽ പറഞ്ഞൊഴിയുകയാണ് ഇവർ ചെയ്യുന്നത്. എന്താണ് പറയാനുള്ളത് ശ്രീ എ ഷുക്കൂർ? അദ്ദേഹത്തിലേക്ക് വരാം. എല്ലാ കാലത്തും ഇങ്ങനെയാണല്ലോ, അവർക്ക് എല്ലാത്തിനും ന്യായീകരണമുണ്ട്. അത് ഇപ്പോൾ വെമ്പായ നസീറും അതൊക്കെ കണ്ടുപിടിച്ചിരിക്കുക. പറഞ്ഞോളൂ. കേൾക്കാം ഞാൻ പറയാം. എല്ലാ കാലത്തും CPM ആളുകൾ ഈ രൂപത്തിൽ തന്നെയായിരുന്നു എല്ലാ കാലത്തും.
അവർക്ക് പറയാനുള്ളത്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിക്കൂട്ടിൽ അവരായാൽ അതിന് ന്യായീകരണവുമായിട്ട് വരും. അതൊക്കെ നമ്മൾ ഇപ്പോഴും ഈ അടുത്ത കാലത്തായി എല്ലാ ദിവസങ്ങളിലും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവരുടെ ഒരു ശൈലി. ശ്രീ എ ഷുക്കൂർ, താങ്കൾ അപ്പോ താങ്കളത് കറക്റ്റ് ചെയ്യൂ. അത് ഞാൻ ബി റെജിയിലേക്ക് പോവുകയാണ്. ബി റെജി, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കോർപ്പറേഷനിലെ പ്രൊജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരാണ് ഈ തെളിവുണ്ടാക്കൽ ദൗത്യം ഏറ്റെടുത്തത്. ഞങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് 2 വർഷമായി മറ്റാരും ഇവിടെ ഇല്ലെന്നുമെന്നുള്ള കള്ളസത്യവാങ്മൂലം ഈ ഉദ്യോഗസ്ഥർ താമസക്കാരിൽ നിന്ന് എഴുതി വാങ്ങുകയായിരുന്നു. അതായത് ഒരു സ്ഥാനാർത്ഥിയുടെ ജനാധിപത്യ അവകാശം കവർന്നെടുക്കുക. അത് തന്നെയാണ് ഹൈക്കോടതിയും പറഞ്ഞത്. എങ്ങനെ വിലയിരുത്താം? നോക്കൂ, ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് മുട്ടട വാർഡിൽ മത്സരിക്കുവാൻ സന്നദ്ധമായി മുന്നോട്ട് വന്ന കോൺഗ്രസിൻ്റെ യുവ നേതാവ് വൈഷ്ണ സുരേഷിനെ അവിടെ സ്ഥാനാർത്ഥിത്വം നൽകുമെന്നും അത് അവിടുത്തെ സിറ്റിംഗ് അംഗത്തിന്, കൗൺസിലർക്ക് ഭീഷണിയായി ഭവിക്കുമെന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് തരത്തിലും കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ വോട്ട് അവിടെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസ്, മേയറുടെ ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്ന അവരുടെ പ്രോജക്റ്റ് സെല്ലിലെയും മേയറുടെ ഓഫീസിലെയും 2 ജീവനക്കാർ സമാന്തരമായി അന്വേഷണം നടത്തുകയും ആ തെറ്റായി രേഖപ്പെടുത്തിയ, അതായത് ബൈ മിസ്റ്റേക്കിൽ രേഖപ്പെടുത്തിയ വീട്ട് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയ വീട്ടിൽ പോയി ഇവിടെ വൈഷ്ണ താമസിക്കുന്നില്ല എന്നൊരു റെക്കോർഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ബോധപൂർവം ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വോട്ടവകാശം ഇല്ലാതാക്കിയ ഒരു നടപടിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് എപ്രകാരം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായ വോട്ട് എങ്ങനെ ഒരു പൗരന് നൽകാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് കാലാകാലങ്ങളിൽ പലപ്പോഴും ഈ LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച്, അവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾ, അതായത് അവർക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ അത്തരക്കാരുടെ വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവണത കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് UDFന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംജാതമായിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം UDF പിടിച്ചെടുക്കുവാൻ കഴിയുന്ന പാകത്തിലുള്ള ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള എന്ന ഒരു വലിയ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത അനുദിനം വന്നുകൊണ്ടിരിക്കുന്നു. CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ അഴിമതിയുടെ ഒരു നീണ്ട നിര തന്നെ ഈ 9.5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഭാഗമായി LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാര്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കിടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന BJP ആകട്ടെ അവരുടെ തിരുമലയിലെ മെമ്പറായിരുന്ന അനിൽകുമാറിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ്, അതും ആ പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ. അതുപോലെ തിരുമല ഭാഗത്ത് തന്നെയുള്ള RSSൻ്റെ നേതാവായ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തിരുവനന്തപുരത്തെ ജനറൽ സെക്രട്ടറിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ അത്തരത്തിൽ BJPയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷനെ സംബന്ധിച്ച് UDFന് ആ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ UDFന് ഏറ്റവും മുന്തിയ ഒരു വിജയസാധ്യതയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ശബരിനാഥൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഏറ്റവും മികച്ച ഒരു ടീമിനെയാണ്, ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു കോൺഗ്രസിൻ്റെ ഉന്നതമായ, പ്രത്യേകിച്ച് ശ്രീ K മുരളീധരൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു നല്ല ശക്തമായ ഒരു ടീമിനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഉത്തമ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ വിജയസാധ്യതയുള്ള കൗൺസിലർമാരെ, സ്ഥാനാർത്ഥികളെ ഏത് തരത്തിലും ഒഴിവാക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഏതെല്ലാം സാഹചര്യങ്ങൾ ഒത്തുവരുമോ അതിനുവേണ്ടി ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ രീതിയിലൂടെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വൈഷ്ണവ് സുരേഷിൻ്റെ വോട്ടവകാശം നിഷേധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ 13-ാം തീയതി മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം മാധ്യമങ്ങൾ വഴി കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് അത്തരത്തിൽ താങ്കൾ
ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണവും മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ മേയറെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. നേരത്തെ ശ്രീ ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കത്ത് ഈ അന്നത്തെ ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ ഒരു കത്ത്, അതായത് കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിലേക്ക് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് ആനാവൂർ നാഗപ്പൻ്റെ അടുത്തേക്ക് ഒരു കത്ത് എഴുതി ചോദിക്കുകയും പിന്നീട് ആ കത്ത് ഞാൻ എഴുതിയില്ല എന്ന് നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരു KSRTC ബസ് ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഉള്ള അധിക്ഷേപം സച്ചിൻ ദേവ്, ഈ മേയറും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും ഇടപെട്ട ഒരു വലിയ വിവാദ വിഷയം നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ SE ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി വിവാദങ്ങൾ ഈ മേയറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മേയർക്ക് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നതിനുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായി CPM നിയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരുപക്ഷെ ഈ മേയറിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അയോഗ്യത കാണുന്നത് കൊണ്ടുകൂടിയാവാം. ഏതായാലും കോൺഗ്രസിൻ്റെ ഒരു സമുന്നതയായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വിജയസാധ്യതയുള്ള ഒരു വൈഷ്ണവ് സുരേഷ് എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരംഗത്തിന് അനധികൃതമായി അവർ ഹാജരാക്കിയ രേഖകൾ പോലും പരിശോധിക്കാതെ തെറ്റായ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ധൃതി പിടിച്ച് വോട്ടവകാശം നിഷേധിച്ച ഒരു സംഭവം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്തായാലും നിയമവ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടലും. അതിനെ തുടർന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുകയും അതിശക്തമായിട്ട് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ ഈ അഡീഷണൽ സെക്രട്ടറി V. സജികുമാർ ഉൾപ്പെടെയുള്ളവരെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് നിശിതമായി വിമർശിക്കുകയും അത്തരത്തിൽ ആ വോട്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്തത് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു വിഷയം തന്നെയാണ്. ശ്രീ ബിനു. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് കേൾക്കാമോ? അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ ഈ നിയമപരമായി നോക്കിയാൽ ഇത്തരത്തിൽ ഒരു ക്രമക്കേട് കണ്ടെത്തിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കുകയോ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വന്നാൽ ഉടൻ തന്നെ കേസെടുക്കുന്ന പിണറായി പോലീസ് ഇക്കാര്യത്തിൽ മൗനം അവലംബിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ വോട്ടർ പട്ടിക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി, അത് വാർഡ് ബൈഫർക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും അതിർത്തി പുനർനിർണയനത്തിന്റെ കാര്യത്തിലാണെങ്കിലും വോട്ടുകൾ മാറ്റിച്ചേർക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ധാരാളം പരാതികൾ ഉണ്ടാവുകയും നിരവധി പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അവിടുത്തെ വോട്ടർമാർ ആ തരത്തിൽ വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ള അപാകതകൾ, വോട്ട് മാറ്റിച്ചേർക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപാകതകൾ, ഈ തരത്തിൽ എത്രയോ കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. ഇപ്പോൾ ഒരു വാർഡിൽ നിന്ന് തൊട്ടടുത്ത വാർഡിലേക്ക് വാർഡിന്റെ പരിധി മാറ്റാതെ തന്നെ, നാച്ചുറൽ ആയിട്ടുള്ള വാർഡിന്റെ വിഭജനത്തിന്റെ പരിധിയിൽ മാറ്റം വരുത്താതെ തന്നെ വോട്ടർമാരെ മാത്രം മാറ്റിച്ചേർക്കുക എന്നുള്ള നടപടി സ്വീകരിച്ചു. വോട്ടർമാരുടെ വോട്ട് വെട്ടിക്കളയുക. വളരെ നയപരമായി തന്ത്രപരമായിട്ടാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. ശ്രീ ബിനു, ഒരു 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 പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു 1-ാം വാർഡിൽ താമസിക്കുന്ന ഒരാളുടെ വോട്ടർ പട്ടിക 25/10 നമ്മുടെ ഫൈനൽ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയത്. അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയതിന് ശേഷം ആരും അറിയാതെ 5-ാം ഫോമിൽ ഒരു പരാതി കൊണ്ടുവന്ന് കൊടുക്കുക. അത് ആരും അറിയുന്നില്ല, ഈ വോട്ടർ അറിയുന്നില്ല, സാധാരണക്കാർ അറിയുന്നില്ല, പബ്ലിഷ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടുന്നതിന് വേണ്ടി തെരഞ്ഞു പിടിച്ച്, അതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത്, സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള ആളുകളുടെ വോട്ടുകൾ, അല്ലെങ്കിൽ ജനശ്രദ്ധ നേടിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകളുടെ വോട്ടുകൾ, പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ വോട്ടുകൾ, സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെ അതിന്റെ കൂടെ ചേർത്തുകൊണ്ട് പരാതി കൊടുക്കുക. എന്നിട്ട് ഇഷ്ടക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ തങ്ങൾക്ക് വഴങ്ങുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് റിപ്പോർട്ടുണ്ടാക്കി അവരവിടെ താമസിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുണ്ടാക്കി അവരുടെ ഹിയറിംഗ് പോലും നടത്താതെ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് ആ ആളെ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ നീക്കം ചെയ്യപ്പെടുന്നയാളെ അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെ കേട്ട് അവരുടെ ഭാഗം വിശദീകരണം കേട്ട് അവർ അവിടെ തന്നെയാണോ താമസിക്കുന്നത്, വോട്ട് വെട്ടിപ്പോകേണ്ടതാണോ എന്നുള്ള പരിശോധന നടത്തി ആ തരത്തിൽ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നല്ല കള്ളത്തരം കാണിച്ചുകൊണ്ട് ഈ പരാതിക്കാരൻ ആരാണോ ഫോം 5-ൽ പരാതി കൊടുക്കുന്നത് അവരുടെ ഹിയറിങ്ങിന് നോട്ടീസ് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങി മറ്റവരെ കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നെല്ലാം റിപ്പോർട്ട് എഴുതി വെച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി 14-ാം തീയതിയും അതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയ വോട്ടർ പട്ടികയിൽ അവരെ വെട്ടി മാറ്റി അവരുടെ ഒറിജിനൽ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി അവർക്ക് വോട്ടില്ല എന്നുള്ള നിലയിലേക്ക് വരുത്തിക്കുന്നു. ഇത് ഒരു വിഷയമല്ല ബിനു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ എത്രയോ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുകയും പരിഗണിക്കുകയും
പല ന്യായമായിട്ടുള്ള ആവശ്യങ്ങളും വോട്ടർമാരുടെ ആവശ്യങ്ങളും അംഗീകരിച്ച് കിട്ടുകയും ചെയ്തു. ഇത് എവിടെ നിന്നാണ് നടക്കുന്നത്? നമ്മുടെ കേരളത്തിൽ വോട്ട് കളവ് നടത്തുന്നു എന്ന് നിരന്തരമായി പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ് ഈ തരത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതൊരു ഭാഗത്ത്. ഇപ്പൊ ഇന്ന് എനിക്ക് വ്യക്തിപരമായുള്ള ഒരു അനുഭവം ഞാൻ പറയാം ബിനു. ഇന്ന് എലപ്പുള്ളി പഞ്ചായത്തിലെ 21-ാം വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക ഇന്നലെ സമർപ്പിച്ച ആളുടെ വോട്ട് കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയെന്ന് അവരറിയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ചെല്ലുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നുകിൽ പൂഴ്ത്തി വെക്കപ്പെടുക, ഇല്ലെങ്കിൽ ഇയാൾക്ക് ഹിയറിംഗ് നോട്ടീസ് കൊടുത്താലല്ലേ ഇയാൾക്ക് അറിയാൻ പറ്റൂ എന്റെ വോട്ട് 25-ാം തീയതി ഇറങ്ങിയ വോട്ടർ പട്ടികയിൽ എന്റെ വോട്ടുണ്ട്. പക്ഷെ തൊട്ടടുത്ത് എന്റെ വെട്ടിപ്പോയിട്ട് ഞാൻ എങ്ങനെ അറിയുക? ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഹിയറിംഗ് നോട്ടീസ് കൊടുക്കണം. അതൊന്നും കൊടുക്കാതെ അവരെ നീക്കിയതായി സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് അത് ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ ചലഞ്ച് ചെയ്തു. സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അവരുടെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറഞ്ഞ ഉത്തരവുണ്ടായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഓരോ വോട്ടർമാരും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് അവരുടെ വോട്ട് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വ്യക്തികൾക്കുണ്ടാകുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളായി, രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി എല്ലാം മത്സരിക്കാൻ വരുന്നവർക്ക് ഇതേ അനുഭവം ഉണ്ടാകുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു ഘട്ടത്തിൽ മാത്രമല്ല കേട്ടോ. ഏതെങ്കിലും ഒരു പാർട്ടിയെ തെരഞ്ഞുപിടിച്ച് മാറ്റുക എന്നതല്ല. LDFിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണെന്നുള്ളത് അന്വേഷിക്കണ്ടേ? അപ്പോൾ ഇതിനകത്തും ആ വള്ളത്തിനകത്തും അത് മറക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിക്ഷിപ്ത താല്പര്യത്തോട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയം ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഇടപെടലുകൾ നമ്മുടെ ഏറ്റവും സുപ്രധാനമായ പൗരന്റെ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ നീചമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയും പ്രവർത്തനമാണ് അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ ശക്തിയുക്തം എതിർക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ മേയർക്കെതിരെ തന്നെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നു എന്ന് വരുന്നത് അവർ മാറിയിട്ടില്ല എങ്കിൽ പോലും അവർ മത്സരിക്കുന്നില്ലല്ലോ ഇത്തവണ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സാഹചര്യം വളരെ ഗൗരവത്തോടെ പരിശോധിക്കപ്പെടണം. അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി, ഉത്തരവാദിത്തപ്പെട്ട ഒരു വലിയ മേയറുടെ ചുമതലയിലിരിക്കുന്ന ഒരാളിൽ നിന്ന് ആ തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപലപിക്കുക മാത്രമല്ല, അതിൽ ബിനു സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നടപടികളുടെയും ഇടയിൽ അനധികൃതമായി ഇടപെട്ടതിന് കേസെടുക്കാനും നടപടി സ്വീകരിക്കാനും ആ തരത്തിൽ വ്യാജരേഖകളോ കള്ളരേഖകളോ കൊടുത്തുകൊണ്ട് നടപടികൾ ഉണ്ടായതിന് കൃത്യമായി പോലീസ് അന്വേഷണം നടത്തി ആ തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ ഒരു നിയമ തടസ്സവുമില്ല, ഒരു നടപടി തടസ്സവുമില്ല. വ്യക്തമാണ്. ഷുക്കൂർ ലൈനിലുണ്ടോ? അത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അത് അദ്ദേഹത്തിലേക്ക് വരാം. വെമ്പാ നസീർ, ഇവിടെ ഈ പറഞ്ഞ ഏതൊരു പരാതിയിലും തീർപ്പ് കൽപ്പിക്കുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കുക എന്നത് നിയമത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഇത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗം കൂടിയാണ്. പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്നില്ല. ഈ ലണ്ടനിലെ UK പാർലമെൻറ്റിലെ ഈ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് ബുക്ക് ഓഫ് അവാർഡ് കിട്ടിയ ഈ മേയർ ആര്യ രാജ എന്തുകൊണ്ട് ആ വാർത്തകൾ ചർച്ച ചെയ്യപ്പെടാതെ പോയി? ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നമുക്കിപ്പോൾ അതും ഇതുമായിട്ട് എന്ത് ബന്ധം? അല്ല, ആര്യ രാജേന്ദ്രനാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. കിട്ടാറില്ലേ? നിങ്ങൾ അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഇവിടെ ഈ സ്ഥാനാർത്ഥിയുടെ വെട്ടണമെന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് നിങ്ങൾ ഇടയ്ക്ക് കയറലെന്ന് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം നല്ല മാതൃകാപരമായി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച അന്യദേശത്ത് പോലും അന്യ രാജ്യത്ത് പോലും ഈ മേയറെ ആദരിച്ചിട്ടുണ്ട്. ആ മേയറാണ് നിങ്ങൾ വ്യക്തിഹത്യ നടത്തുകയും ആര്യ രാജേന്ദ്രനെ സമൂഹത്തിന് താറടിച്ച് കാണിക്കുകയും ചെയ്യും. സാർ സാർ അതിൽ തന്നെ സാർ അതിൽ തന്നെ ഉത്തരവുണ്ട് സാർ. സാർ അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? ഈ മേയർ ആര്യ രാജേന്ദ്രന് പറ്റിയ എതിരാളിയാണോ നിങ്ങളുടെ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് ഈ വെട്ടിയെന്ന് പറയുന്നത്? ആര്യ രാജേന്ദ്രനെ പറ്റിയ എതിരാളിയാണോ? എന്തെങ്കിലും ചേർച്ചയുണ്ടോ? അതൊന്ന്. രണ്ടത് മത്സരിക്കുന്നില്ലല്ലോ. ആര്യ മത്സരിക്കുന്നുവെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലും ഭാവിയിൽ ഭീഷണി വരുമോ എന്ന് നമുക്ക് വേണമെങ്കിൽ മുൻകൂട്ടി അത് പ്രവചനം നടത്താം. ആര്യ രാജൻ മത്സരിക്കുന്ന പോലുമില്ല. എന്നിട്ട് നിങ്ങൾ ആര്യ രാജന്റെ പേര് വലിച്ചഴക്കുകയാണ്, അനാവശ്യ ചർച്ച നടത്തുകയാണ്. മനസ്സിലായില്ല? അനാവശ്യ ചർച്ച ആര്യ രാജേന്ദ്രനെ
നിങ്ങൾ ഈ ചർച്ചയെ കൊണ്ടുവരാം. ആര്യ രാജേന്ദ്രനും നിങ്ങൾ ഈ പറഞ്ഞ ഇതായിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ആ തീരുമാനം നമ്മൾ അഭിനന്ദിക്കുകയാണ്. കോടതിയുടെ തീരുമാനം പിന്നീട് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഒരു സംശയം വന്നു, അത് കോടതിയിലെത്തി. കോടതി ആ കുട്ടിക്ക് മത്സരിക്കാം, UDF കുട്ടി മത്സരിക്കാം. പിന്നീട് വിവാദം കെട്ടടങ്ങിയല്ലോ. എന്താണ് ഈ പറയുന്നത്? ഈ വൈഷ്ണയുടെ ഭാഗം കേൾക്കാതെ പരാതിക്കാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി സ്വീകരിച്ച നടപടി ഗുരുതരമായ നിയമലംഘനമാണ്. കോടതി ചോദിച്ചറിയോ? കോടതി എടുത്തിട്ട് കുടഞ്ഞു. ആരെ കുടഞ്ഞു? ഈ CPM നേതൃത്വത്തെ. ഒരു സംശയം, അങ്ങനെ ഒരു സംശയം വന്നു, കോടതി ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ കോടതി ആ കുട്ടിക്ക് മത്സരിക്കാൻ വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. വിവാദം വെച്ച് തീർന്നല്ലോ. പിന്നെ അനാവശ്യമായി ആര്യ രാജേന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്നും CPM നേതാക്കളാണ് ഇതിന്റെ പിന്നിൽ. അതായത് വൈഷ്ണയുടെ പേര് നീക്കാനുള്ള പരാതിക്കാരന്റെ ഫോം 5 ആക്ഷേപയിന്മേൽ ഹിയറിംഗ് ഉദ്യോഗസ്ഥനായ ശ്രീ GR പ്രതാപചന്ദ്രൻ 12/11/2025 നടത്തിയ ഹിയറിംഗിൽ നടന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉത്തരവിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അതുമാത്രമല്ല, ഹർജിക്കാരിയെ നീക്കം ചെയ്യുന്നതിന് ആക്ഷേപകൻ സമർപ്പിച്ച ഫാറം 5 ആക്ഷേപം പരിഗണിക്കുന്നതിന് 12/11/2025 രാവിലെ 11 മണിക്ക് നടന്ന ഹിയറിംഗിൽ ആക്ഷേപകനായ എതിർകക്ഷി ഹാജരാകുകയോ ഹർജി കക്ഷി പ്രസ്തുത മേൽവിലാസത്തിലെ സാധാരണ താമസക്കാരി അല്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ ഹാജരാക്കുകയോ ചെയ്തില്ലെന്നും വ്യക്തമാണ്. നടപടിക്രമം അനുസരിച്ച് അപ്പോൾ തന്നെ ഫോറം 5 ആക്ഷേപം തള്ളിക്കളയേണ്ട സാഹചര്യം ഉണ്ടായിട്ടും പരാതിക്കാരൻ അന്നേ ദിവസം തന്നെ ഹർജിക്കാരിയുടെ അസാന്നിധ്യത്തിൽ മൊഴി നൽകാൻ മറ്റൊരവസരം നൽകിയ നടപടി സംശയാസ്പദമാണ്. ഇതൊന്നും നിസ്സാരമല്ല. നിങ്ങൾ പറയുന്ന കണക്ക് തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണ സ്ഥാനാർത്ഥിയുടെ മേൽ ഉണ്ടായി, നിങ്ങളുടെ UDFന്റെ ഉണ്ട്. അപ്പൊ അങ്ങനെ അത് കോടതിയിലെത്തുകയും കോടതി പിന്നീട് കുട്ടി മത്സരം വിവാദം അവിടെ വെച്ച് തീർന്നല്ലോ. വിവാദം തീർന്നെന്ന് എങ്ങനെ പറയാൻ പിന്നെ ആർക്കാണ് ഒരു പ്രശ്നം? എന്താണ് അനാവശ്യമായിട്ട് വലിച്ചടച്ച് നിങ്ങൾ ആര്യ രാജേന്ദ്രന്റെ മേൽ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇതിപ്പോ കൃത്യമായ രീതിയിൽ കോടതിയെ സമീപിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആ കുട്ടിക്ക് മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരാളുടെ ജനാധിപത്യ അവകാശത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. കോടതി കൃത്യമായ രീതിയിൽ നടപടിയെടുത്തു. പലപ്പോഴും കോടതിയാണല്ലോ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കോടതിയിലെത്തിയതും കോടതിയെ തീരുമാനം അംഗീകരിക്കുന്നു. പക്ഷേ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി, തെറ്റിദ്ധാരണ, അപ്പോൾ കോടതിയെ സമീപിച്ചു. കോടതി അത് എന്താ തെറ്റെന്താ? കോടതി സമീപിച്ചോ? കോടതി ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കാമോ ഷുക്കൂർ? കേൾക്കാം. ഷുക്കൂർ, ഈ ഇത്തരം വാദഗതികളെ CPMന്റെ ഇത്തരം വാദഗതികൾ, അതായത് ഇതിപ്പോൾ തിരിച്ചു വല്ലതുമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായെങ്കിൽ ലോകം ഇളക്കി മറിക്കുമായിരുന്നു. എങ്ങനെ കാണാം? മറുപടിയും ന്യായീകരണവും എന്ന് തോന്നുകയാണ്. അതായത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഭരണഘടനാ സ്ഥാപനമായി അതിനെ കാണണം. പക്ഷേ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒന്ന് കാണാനേ കഴിയുന്നില്ല. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരണകക്ഷിക്ക് വേണ്ടിയുള്ള എല്ലാ വൃത്തികേടുകളും തോന്നിവാസവും ചെയ്യുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിന് സമാനം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന ഈ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അവരുടെ രാഷ്ട്രീയം, അവരുടെ പ്രാദേശിക ഭരണകൂടത്തിന്റെ അധിപൻ അവർ നിയന്ത്രിക്കുകയാണ്. എല്ലാ കൊള്ളരുതായ്മയും അവർ ചെയ്യുകയാണ്. ഇവിടെ കയ്യോടെ പിടികൂടപ്പെട്ടത് ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രന്റെ മേയറുടെ ഓഫീസാണ്, മേയറുടെ ക്ലർക്കുകളാണ്, മേയറുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ഈ വൈഷ്ണവായി എന്ന് പറയുന്ന യുവതി ഏറ്റവും ചെറുപ്പമുള്ള പ്രായം കുറഞ്ഞ ഒരു ജനാധിപത്യത്തിന്റെ സവിശേഷത എന്ന് നമുക്ക് എടുത്തു കാണിക്കാവണ്ണം ആ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ പേര് വെട്ടിക്കളഞ്ഞ് അവർ സ്ഥിരതാമസമല്ല എന്ന് വരുത്തി ചേർത്ത് ഇങ്ങനെ ചെയ്ത നടപടി ഹൈക്കോടതി അവിടെ പറയണ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. എന്തിനാണ് ഇതിന് തെറ്റ് പറ്റി എന്ന് പറയണം? അതല്ല, ഇത് വ്യാപകമായി നടന്നിരിക്കുന്നത് കൊണ്ട് നാളുകളിൽ എല്ലാം പുറത്തു വരുമുണ്ട്. ആലപ്പുഴ നഗരത്തിലും ഉണ്ടായി. എനിക്ക് അനുഭവമുള്ള ചില കാര്യമുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, ഒരു റവന്യൂ സൂപ്രണ്ട് ഞാൻ ജില്ലാ കളക്ടറോട് പരാതി പറയേണ്ടി വന്നു. CPMന് വേണ്ടി ആളെ വിളിച്ചു വരുത്തുക, പേര് നീക്കം ചെയ്യുക. ഇവർക്ക് ഈ നീക്കം ചെയ്യലായിരുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനുള്ള ഒരു വ്യഗ്രത കാണിച്ച CPM നേതൃത്വം നമ്മൾ കാണുകയാണ്. അതിൽ ആര്യ രാജേന്ദ്രൻ ഒന്നാമതെയാണ്.
അവരാണ് ആ കോർപ്പറേഷൻ ചെയ്തത്. അവരുടെ കഴിഞ്ഞകാല പാരമ്പര്യത്തെ കുറിച്ച് മഹത്വവൽക്കരിച്ച് അദ്ദേഹം പറഞ്ഞു, പട്ടികജാതിക്കാരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവർക്ക് ലഭിക്കാൻ അവർ ഗുണഭോക്താക്കളായിട്ടുള്ളവർക്ക് ലഭിക്കാൻ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി മേയറാണവർ. വ്യക്തമായി തലയി ആ എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളത് ഈ കേസ് ഒതുക്കുന്നതിന് ആഭ്യന്തര വകുപ്പിന്റെ വിദഗ്ധനായ പിണറായി വിജയന്റെ സൂത്രമുണ്ടല്ലോ, അത് അവിടെയും പ്രയോഗിച്ചതാണ് നമ്മൾ കണ്ടത്. ഇവിടെ അത് പ്രയോഗിച്ചിട്ടും നടപ്പാകാതെ പോയത് സ്വർണ്ണ മാത്രമാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോ കോടതി ഇനി ശരി ശരി സാർ, ഇത് ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്, എന്തോ റേഞ്ച് പ്രോബ്ലമാണ്. ഏതായാലും ഞാൻ ബി റജിയിലേക്ക് പോവുകയാണ്. ബി റജി, ഇതിന് യാതൊരു നീതീകരണവും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ സാധാരണ താമസക്കാരാണെങ്കിൽ വാസസ്ഥലം മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹരാണ് എന്നുള്ള നിഷ്കർഷിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ഈ നടപടികൾ കൈക്കൊണ്ടതെന്ന് വ്യക്തമാണ്. എങ്ങനെ കാണാം? നോക്കൂ, അതൊക്കെ ശരിയാണ്. പക്ഷേ ബോധപൂർവം ഒരാളുടെ, അതായത് നാളെ ഉയർന്നു വരേണ്ട ഒരു വ്യക്തിയെ ആ വളർച്ച തടസ്സപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇലക്ഷൻ രംഗത്തേക്ക് കടക്കരുത് എന്ന ബോധപൂർവം പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഇതിൻ്റെ ഔദ്യോഗിക നേതൃത്വം ചിന്തിച്ചുറപ്പിച്ച് അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഈ CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടത് പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഏത് തരത്തിലുള്ള മാർഗവും അവർക്ക് ഉപയോഗപ്പെടുത്താം. നോക്കൂ, കാലാകാലങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ നടത്തുന്ന ചില വഴിവിട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ആ കുട്ടി, അതായത് വൈഷ്ണ അവിടെ മുട്ടടയിലെ തന്നെ താമസക്കാരിയാണ്. അതിൽ 18-ാം വാർഡിലായിരുന്നു നേരത്തെ ആ വാർഡിൻ്റെ നമ്പർ, പിന്നീടാണ് ആ വാർഡിൻ്റെ നമ്പറിൽ വ്യത്യാസം വന്നത്. ഇത് അബദ്ധവശാൽ 3 എന്നുള്ള ഭാഗത്ത് വാർഡിൻ്റെ നമ്പർ രേഖപ്പെടുത്തി. ബാക്കി ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ഡ്രൈവിംഗ് ലൈസൻസിലെ അഡ്രസ്സുണ്ട്, പാസ്പോർട്ടിലെ അഡ്രസ്സുണ്ട്, അതുപോലെ ആധാർ കാർഡിലെ അഡ്രസ്സുണ്ട്, അതുപോലെ മറ്റ് ID കാർഡിലെ അഡ്രസ്സുണ്ട്. ഇതെല്ലാം റേഷൻ കാർഡ്, എല്ലാ മറ്റ് റെക്കോർഡുകളും ഉചിതമാണ്, വീട് അഡ്രസ്സ് കറക്റ്റാണ്. അപ്പോൾ ഈ റെക്കോർഡുകളെ എല്ലാം അവഗണിച്ചു. ഈ ഒരു ബൈ മിസ്റ്റേക്കിൽ, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കിൽ പറ്റിയ ഒരു നമ്പറിനെ പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞ നമ്പറിൽ താമസിക്കുന്നത് ഈ വൈഷ്ണ അല്ല എന്നുള്ള നിഗമനത്തിലെത്തുകയും ബോധപൂർവം മറ്റ് റെക്കോർഡുകൾ പരിശോധിക്കാതെ ഈ വോട്ടിനെ വെട്ടിക്കളയുവാൻ ധൃതി കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ വോട്ട്, ഇത് ഒരു വ്യക്തിയെന്നല്ല, ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ലഭിക്കുന്നില്ല എന്ന് പ്രാദേശികമായ പാർട്ടി പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ ധനേഷ് എന്ന് പറഞ്ഞ CPM-ന്റെ ബ്രാഞ്ച് അംഗം ധനേഷ്, അദ്ദേഹമാണ് ഈ പരാതി നൽകിയത്. ഈ പരാതി നൽകിയ ആളുടെ വീട്ടിൽ 22 വോട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പങ്കുപറ്റി സർക്കാർ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് അടിമപ്പണി ചെയ്യുന്ന, അതായത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് ശരിക്കും എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി മാറുന്ന ഇത്തരത്തിലുള്ള ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ ഭരണ സംവിധാനത്തെ നശിപ്പിക്കുന്നത്. കാരണം നീതിയുക്തമായും ന്യായയുക്തമായും സ്വാതന്ത്ര്യത്തോടും കൂടി നടപടി സ്വീകരിക്കുന്നതിന് പകരം വ്യക്തി താല്പര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമോ അതിനുവേണ്ടി ആ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ നിയമവ്യവസ്ഥയെ വ്യാഖ്യാനിക്കുന്നു. ഒരുപക്ഷെ വിവേചനാധികാരം, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കള്ള നമ്പറിൽ അല്ലെങ്കിൽ ഒരു ബൈ മിസ്റ്റേക്കിൽ ഒരു വീട്ടു നമ്പറിൽ താമസിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ മറ്റ് റെക്കോർഡുകൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഈ വോട്ട് വെട്ടിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ A. ഷാജഹാൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെ ഒരു വോട്ടിനെ വെട്ടിക്കളയാം? നമുക്ക് ലഭിക്കില്ല എങ്കിൽ, നമ്മുടെ അല്ലെങ്കിൽ CPM-ന് അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു വോട്ട് ലഭിക്കുന്നില്ല എങ്കിൽ ആ വോട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ നീതിപൂർവമായ
ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ ഈ വൈഷ്ണയ്ക്ക് വോട്ടവകാശം തിരിച്ച് ലഭ്യമായത്. ഇത്തരത്തിൽ എത്ര പേർക്ക് വോട്ടവകാശത്തിന് വേണ്ടി വോട്ടവകാശം വീണ്ടെടുക്കാൻ വേണ്ടി പോകാൻ കഴിയും? നോക്കൂ, കോഴിക്കോട്ടെ കാര്യം തന്നെ നോക്കൂ, ആ VM ബിനുവിൻ്റെ കാര്യം തന്നെ നോക്കൂ. ബിനുവിൻ്റെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കും. ബഹുമാനനായ ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ വളർന്നു വരുന്നു അല്ലെങ്കിൽ ഉയർന്നു വരുന്നു എന്ന് ഇവർക്ക് തോന്നുന്ന, CPM തോന്നുന്ന, കാരണം ഇപ്പോൾ അവർ ഭരണത്തിലിരിക്കുകയാണല്ലോ, കഴിഞ്ഞ 9.5 വർഷമായി ഭരണത്തിലിരിക്കുമ്പോൾ ഈ നടപടിക്രമങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥന്മാരിൽ സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ വളർന്നു വരുന്നവരെ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളവരെ, പ്രമുഖരെ ഒക്കെ തന്നെ വെട്ടി നിരപ്പാക്കുന്ന ഒരു സമീപനം അവർ കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഔദ്യോഗികമായിട്ട് ഈ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ ബെമ്പായ് നസീർ ഇവിടെ അവരുടെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഏതാണ് 6000-ലധികം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സീഡ് ബോൾ എന്ന ക്യാമ്പയിൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ലണ്ടനിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട്, ലണ്ടൻ പാർലമെൻറ്റിൽ നിന്ന് ലഭിച്ചു എന്നാണ് ആദ്യകാലത്ത് പ്രചാരണം നടത്തിയത്. എന്നാൽ ലണ്ടൻ പാർലമെൻറ്റിലെ ഒരു റെൻറ്റഡ് ഹൗസിൽ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന ഒരു സ്വകാര്യ ഏജൻസി നടത്തുന്ന, ആ സ്വകാര്യ ഏജൻസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഡോർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 1-2 പ്രൈവറ്റ് ഏജൻസികളാണ്. ആ പ്രൈവറ്റ് ഏജൻസികൾ പണം കൊടുത്താണ് ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ നൽകുന്നതെന്നുള്ള വ്യാപകമായ പ്രചരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുകയുണ്ടായി. അതെ, വിവാദമാക്കി. അങ്ങനെ പ്രൈവറ്റായിട്ട് 2 ഏജൻസികൾ കൊടുക്കുന്ന UK പാർലമെൻറ്റിലെ റെൻറ്റഡ് ഹൗസിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാത്ര നടത്തുകയും ചെയ്തു. അതൊക്കെയാണ് വലിയ അംഗീകാരമായി ബഹുമാന്യനായ ശ്രീ ബെമ്പായം നസീർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. അതൊക്കെ തന്നെ ആ മേയറുടെ അപക്വമായ പെരുമാറ്റത്തിൻ്റെ ഒരു നിദർശനമായിട്ടേ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ മാർഗങ്ങളിലൂടെ, നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ അവരെ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമീപനം ഈ കഴിഞ്ഞ 9.5 വർഷം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സർക്കാർ സർവീസിലെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് സംഘടന. CPM-ൻ്റെ NGO യൂണിയൻ്റെ ആയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരെ ചട്ടുകമാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള അതെ അത്തരത്തിൽ അതെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഇത്തരത്തിൽ ഈ ഓരോ സ്ഥലത്തുള്ള SI-മാരും CI-മാരും ഒക്കെ സ്ഥലം മാറ്റുന്നത് ഇവരുടെ സെക്രട്ടറിമാരൊക്കെയാണല്ലോ. രാഷ്ട്രീയമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇടപെടുന്നില്ല എന്നാണ് പറയുന്നത്. അതെ, ഇവിടെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ വൈഷ്ണവയുടെ വോട്ട് വെട്ടുവാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും പറ്റുമെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും വേണം. അത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. പി കൃഷ്ണദാസ്, ഇവിടെ ഈ ഫോറം 5 ആക്ഷേപത്തിന്മേൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്ലർക്ക് അല്ലെ ബിൽ കളക്ടർ കാർത്തിക GM PNG 79957 മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം രേഖപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ മേൽപ്പറഞ്ഞ ഹിയറിംഗ് നോട്ട് തയ്യാറാക്കിയിട്ടുള്ളതും എതിർകക്ഷി തീരുമാനം എടുത്തിട്ടുള്ളതെന്നും രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഇതിന് യാതൊരു നീതീകരണവും ഇല്ലല്ലോ. അത് നമ്മളിപ്പോൾ ഒരാളുടെ വോട്ട് വെട്ടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിന് ഗോപ്യമായി ഒരു അപേക്ഷ വാങ്ങി വെച്ച്, ഫോം 5-ൽ അപേക്ഷ വാങ്ങി വെച്ച് എതിർകക്ഷിക്ക് നോട്ടീസ്, എതിർകക്ഷി എന്ന് വെച്ചാൽ വോട്ടർ, ആ വോട്ടർക്ക് നോട്ടീസ് അയക്കാതെ, നോട്ടീസ് അയച്ചാൽ തന്നെ കളരേഖകൾ ഹാജരാക്കി അവരെ കേട്ടതിന് ശേഷം കേൾക്കാത്ത കാര്യങ്ങൾ എഴുതി വെച്ച് അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നേ. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൻ്റെ വോട്ടവകാശം നിഷേധിക്കാൻ വേണ്ടി നല്ല പരിശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ തരത്തിലുള്ള ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടുന്നത്. ആർക്കാ വോട്ട് നഷ്ടപ്പെടുന്നത്? ആരുടെ വോട്ട് മാറ്റപ്പെടുന്നത്? അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മത്സരിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നു. എന്തുകൊണ്ട് മാറ്റപ്പെടുന്നു? ഇപ്പോൾ ഒരു മാസം മുൻപോ 1.5 മാസം മുൻപോ നമുക്കൊരു ധാരണ ഉണ്ടാകുമല്ലോ, ഇന്ന ആളുകൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മത്സരിക്കാൻ സാധ്യതയുള്ള ആളുകളെ എങ്ങനെ ഒഴിവാക്കണം ലിസ്റ്റിൽ നിന്ന്? അവർ വോട്ട് ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു വോട്ടറെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സ്വാഭാവികമായും അവരിനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് കണക്കൂട്ടുക. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാത്തൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരെ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടത് വലിയ നിയമപരമായ കടമയാണ്. അതിന്
അല്ല, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കാം. താങ്കളിപ്പോൾ അഭിഭാഷകൻ കൂടിയാണ്, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൂടിയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഈ വൈഷ്ണയുടെ കേസ് നമുക്ക് പരിശോധിച്ചാൽ, വൈഷ്ണ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും ഒരു ജോലി രാജിവെച്ചുകൊണ്ട് വരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും വൈഷ്ണയ്ക്കൊപ്പം നിൽക്കുന്നു. വൈഷ്ണയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് വൈഷ്ണയ്ക്ക് പകരം മറ്റേതെങ്കിലും ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലോ മറ്റെവിടെങ്കിലും ഇത്ര പബ്ലിസിറ്റി കിട്ടാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കോടതിയിൽ പോകുന്നതടക്കം ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. ഇൻ കേസ് കോടതിയിൽ പോയാലും ഇതേ രീതിയിലുള്ളൊരു നടപടി തന്നെ ആയിരിക്കുമോ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക? അത് നിയമവശം കൂടി ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. കോടതിയുടെ മുൻപിലേക്ക് ഒരു വിഷയം എത്തുമ്പോൾ അതിൽ അങ്ങ് നേരത്തെ വായിച്ചു കേൾപ്പിച്ചത് ഉൾപ്പെടെയുള്ള തെറ്റായ നടപടികളുണ്ടെങ്കിൽ ആ തെറ്റായ നടപടികൾക്കെതിരെ ഒരാൾക്ക് വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എല്ലാ നടപടിയും നിയമപരമായി സ്വീകരിക്കും. പക്ഷെ അവിടെയല്ല പ്രശ്നം ബിനു. അങ്ങനെ ഒരാളെ സംബന്ധിച്ച്, ഇപ്പോൾ ഒരു സാധാരണ വോട്ടറെ സംബന്ധിച്ച് ആ വോട്ട് വെട്ടിപ്പോയാൽ വോട്ട് വെട്ടിപ്പോയി, വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരിക്കുക എന്ന് മാത്രമേ ആ ആളെ സംബന്ധിച്ച് സാധിക്കൂ. ഇതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് കൊണ്ടും അതിന് വലിയ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതുകൊണ്ടും അതിന്റെ പിന്നിൽ അഭിഭാഷകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം സജീവമായി നിന്ന് അത് വോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് ശക്തമായി ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ പരിണിത ഫലമാണ് വോട്ട് ചേർക്കപ്പെടുന്നത്. അതാണല്ലോ ഞാനൊരു ഉദാഹരണം എലപ്പള്ളി പഞ്ചായത്തിന്റെ കൂടി ചേർത്ത് പറഞ്ഞത്. ഇന്നലെയാണ് അതിന്റെ ആ വോട്ടുകൾ കൃത്യമായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ എന്നെ സംബന്ധിച്ച് എന്റെ മുൻപിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ അതിന്റെ ഹർജികൾ തയ്യാറാക്കി കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടി അവരെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത് എത്രയോ പേരുടെ എത്രയോ സമയത്തെ ശ്രമത്തിനും കോടതി ഉൾപ്പെടെയുള്ള ശക്തമായ നിലപാടുകളും സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഒരു സംവിധാനത്തെ മുഴുവൻ തന്നെ പ്രഷറിലാക്കുക, ഒരു വ്യക്തിയെ പ്രഷറിലാക്കുക, വോട്ടില്ല ഒരാളുടെ വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി ആ ആൾക്ക് ഒന്നുകിൽ സ്വയം മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കുക, രണ്ട് അടുത്ത തങ്ങളുടെ കൗൺസിലർ ആരായിരിക്കണം അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരത്തെ ഇല്ലാതെ ജനാധിപത്യപരമായ പ്രക്രിയയെ ഇല്ലാതെയാക്കുക. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നാൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നേരത്തെ ശ്രീ റെജി സൂചിപ്പിച്ചതുപോലെ വകുപ്പ് തല നടപടി അടിയന്തരമായി എടുക്കണം. ആരുടെയാണോ ഈ തരത്തിൽ ഹിയറിംഗ് നടത്താതെ, കൃത്യമായി അവർക്ക് ഹിയറിംഗ് നടത്താനുള്ള നോട്ടീസ് കൊടുക്കാതെ വോട്ട് വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ള സംവിധാനം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി ഉത്തരവാദിത്തമാണ് വോട്ടുറപ്പിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോട് ശുപാർശ നൽകണം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നേ. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് പുഴുക്കുത്തുകളാണ്. അവർ മാറ്റപ്പെടണം. അതിന് രാഷ്ട്രീയമില്ല, അതിന് ജനാധിപത്യ പ്രക്രിയ മാത്രമേ ഉള്ളൂ. ആ ജനാധിപത്യ പ്രക്രിയയിൽ അതിൽ ഇടതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും UDF ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ മാറ്റപ്പെടണം. കാരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വോട്ട് ഉറപ്പിക്കുക എന്നുള്ളത്. അതിലൊരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. മറ്റൊന്ന്, ഈ തരത്തിൽ ആളുകളുടെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുമ്പോൾ ഇപ്പോൾ 25/10 ഇറക്കുന്ന വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടാവുകയും പിന്നീട് വോട്ട് വെട്ടിമാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിയെ സംബന്ധിച്ച്, വോട്ടറെ സംബന്ധിച്ച് അവരുടെ ഭാഗം കേൾക്കണ്ടേ, അവരുടെ രേഖകൾ പരിശോധിക്കണ്ടേ. ഇപ്പൊ ശ്രീ ബിനു വായിച്ചു കേൾപ്പിച്ച അതാണ്. അവരുടെ രേഖകൾ പരിശോധിച്ചു, എന്നിട്ടും കളവായി റിപ്പോർട്ട് എഴുതുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം വശംവദരായിട്ടാണ്, അതല്ലെങ്കിൽ പ്രഷറിന് വിധേയമായിട്ടാണ്, അതല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയത്തിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്, അതല്ലെങ്കിൽ അവർക്ക് മേൽ വരുന്ന വകുപ്പ് തലത്തിലുള്ള ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ തരത്തിൽ അവർ ആ വോട്ട് വെട്ടിമാറ്റപ്പെടാൻ വേണ്ടി റിപ്പോർട്ട് കൊടുക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എല്ലാവർക്കും കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു നിയമ നടപടി സ്വീകരിച്ച് തത്വത്തിൽ നമുക്ക് പറയാം, എളുപ്പമാണ്, നിങ്ങൾക്ക് കോടതി പോകാമല്ലോ, നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാമല്ലോ, നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ, നമുക്കതൊക്കെ രസകരമായി ചോദിക്കാം. പക്ഷെ അതൊക്കെ ഒരു 100 പേരിൽ ഒരാൾക്കോ 2 ആൾക്കോ 3 ആൾക്കോ പറ്റുന്ന കാര്യമാണ്. വളരെ പെട്ടെന്ന് ഇപ്പൊ നാളുകളെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കുമായിരിക്കും. പക്ഷെ ഇന്നലെ വോട്ട് വെട്ടിമാറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വോട്ട് വെട്ടിമാറ്റി, നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ എന്റെ വോട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു എന്നെല്ലാം പറയുന്നത് എത്രയോ നിഷ്ഠൂരമായിട്ടൊരു പ്രവർത്തനമാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് വേറൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു, ഞാനതും കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കാം. കായംകുളത്ത് ഇതുപോലെ മത്സരിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥാനാർത്ഥി 2020 തെരഞ്ഞെടുപ്പിന് ശേഷം കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്കുകൾ കൊടുത്തതിന് രേഖകളുണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലുണ്ട്. ഇതെല്ലാം ഇരിക്കെ ശ്രീ അരുൺ, അദ്ദേഹം ഇപ്പൊ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വോട്ട്, അദ്ദേഹത്തിന്റെ ഒരു പേര് വളരെ തന്ത്രപരമായി
അവിടെ മത്സരിച്ച അതിനു മുൻപുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ കണക്ക് കൊടുത്തിട്ടില്ല ബിനു. ആ കണക്ക് കൊടുക്കാത്തത് കൊണ്ട് അയാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അയോഗ്യത സ്വാഭാവികമായി വരണം. അവിടെ ചെയ്ത നടപടി ഈ കണക്ക് കൊടുക്കാത്ത ആളുടെ പേരിന്റെ സ്ഥാനത്തേക്ക് കണക്ക് കൊടുത്തിട്ടുള്ള ആളുടെ പേരങ്ങ് ചേർത്ത് വെച്ചിട്ട് ലിസ്റ്റ് അങ്ങ് ഇറക്കി. എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് ഇറക്കി, ലിസ്റ്റിൽ പേര് വന്നാൽ 2022 ഇറക്കിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ള കണക്ക് കൊടുത്ത ഒരാളെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കണക്ക് കൊടുത്തു, ഞാൻ കണക്ക് കൊടുത്തു എന്ന് എനിക്ക് റെസീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കേണ്ട ബാധ്യത പിന്നെ എനിക്കില്ല. പക്ഷെ പിന്നെ ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് മീൻസ് എന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ നടപടികളുമായി മുന്നോട്ട് പോയി ചെല്ലുമ്പോഴാണ് അറിയുന്നത് എന്റെ പേര് 6 വർഷക്കാലത്തേക്കുള്ള അയോഗ്യതാ പട്ടികയിൽ വന്നിരിക്കുകയാണ്. എന്താ കാരണം? ഞാൻ കണക്ക് കൊടുത്തില്ല എന്ന് കളവായി റിപ്പോർട്ട് എഴുതി നടപടി സ്വീകരിച്ച് എന്നെ ആ പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ കോടതിയിൽ പോയി, പിറ്റേ ദിവസം തന്നെ കോടതി അത് റദ്ദ് ചെയ്തു, നടപടി സ്വീകരിച്ചു. അപ്പൊ ഇത് എത്ര പേർക്ക് കഴിയും? നിങ്ങളെല്ലാം കോടതിയിൽ പോയിക്കോളൂ. ഓരോ പൗരനും അവന്റെ വോട്ടവകാശം സ്ഥാപിച്ചു കിട്ടാൻ കോടതിയെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നടപടിക്രമം എന്തായിട്ട് മാറി? ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്തായിട്ട് മാറി? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ വെമ്പായ നസീർ, ഇവിടെ ഇപ്പോൾ ഈ മുട്ടടയിൽ മുട്ടിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പേടിച്ചാണ് ഇത്തരം ഈ പ്രവർത്തികളൊക്കെ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? മത്സരിച്ച് ജയിക്കൂ, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തിനാണ് ഇതിനെ കാണാത്തത്? നിങ്ങൾ ഈ സംസാരിച്ചതെല്ലാം ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ്, എവിടം വരെ പോകുമെന്നും പറഞ്ഞ് നിങ്ങൾ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യും പോലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ വാ തുറക്കുമ്പോഴത്തേക്കും നിങ്ങൾ അടുത്തേക്ക് വെമ്പാനസീർ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കിടയ്ക്കേറും പോകും. നിങ്ങൾ കോൺഗ്രസിൻ്റെ വക്താവായാലും ബി.ജെ.പിയുടെ വക്താവായാലും കോൺഗ്രസിൻ്റെ വക്താവായാലും രാഷ്ട്രീയ നിരീക്ഷകൻ്റെ ഒരു സുഹൃത്തായാലും നിങ്ങൾ ആങ്കർ ആയാലും നിങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. കാണുന്നവർക്ക് മനസ്സിലാവും. LDF ആയിട്ട് പ്രതിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ അനിയൻ ബാവ, ചേട്ടൻ ബാവ, അല്ല, ഇവിടെ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്നല്ല, കേരളത്തിന്റെ ശബ്ദമാണ്. ഇത് കേരളത്തിന്റെ ശബ്ദമാണ്. അല്ല, നമുക്ക് പോയിന്റിലേക്ക് വരാം. ഇവിടെ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്നല്ല, നിങ്ങൾ ഇതിലേക്ക് വാ, വിഷയത്തിലേക്ക് വാ. അങ്ങ് എന്താണ് ഇത്ര പ്രകോപിതനാകുന്നത്? റജി സാർ സംസാരിച്ചാൽ അതിങ്ങനെ പ്രകോപിതനായിട്ടുണ്ട്. അല്ലല്ല, ബി.ജെ.പി നേതാവ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വസ്തുതകൾ പറഞ്ഞു. ഓരോ സ്ഥലത്ത് അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ്. ഇതിന്റെ കേസിന്റെ വശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കേസിന്റെ വശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഞാൻ പറയുന്നത് സാർ. ഞാൻ എത്രയോ ചർച്ചകൾ വരുന്നുണ്ട് സാർ. ബി.ജെ.പി നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് കയറി പ്രകോപനായിട്ടുണ്ടോ സാർ? അല്ല, ബി.ജെ.പി നേതാവിന്റെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ സാർ? നമ്മൾ ചോദിച്ചത് എന്താ? ഈ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ചോദിച്ചത്. ഇത് ആരാണ് ഈ ക്രമക്കേടും ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്? നിങ്ങളാണല്ലോ കാണിച്ചത്. ബി.ജെ.പി ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോൾ, ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വരുമ്പോൾ ബി.ജെ.പിക്കാരോട് ആ രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ കോർപ്പറേഷനിൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെയല്ലല്ലോ നമ്മൾ ചോദിച്ചത്. അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. ഓക്കെ, ജയ്ഹിന്ദ് ചാനൽ എന്നൊക്കെ പറഞ്ഞ 10,000 ആൾക്കാർ കാണുന്ന, മതേതര വിശ്വാസികൾ കാണുന്ന ഒരു ചാനൽ. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചോദിക്കുന്നത്. ജനം ചാനൽ പോലെ അതം പതിച്ചിട്ടില്ല. അല്ല, ഇതിപ്പോ ചാനലിന്റെ അല്ലല്ലോ, ചാനൽ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ജനങ്ങൾക്ക് നീതിയുക്തമായി. ഇപ്പൊ ഈ വൈഷ്ണവ ഒരു ഉദാഹരണം മാത്രം, അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ എത്ര പേർ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഇത് സ്ഥാനാർത്ഥി മാത്രമല്ല, വോട്ട് ചെയ്യാൻ കഴിയാത്ത എത്ര പേർക്ക് ഇതുപോലെ ഈ വോട്ട്, ഇപ്പോൾ CPM-ന് വോട്ടല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്രമക്കേടുകൾ. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥർ കാണിച്ച വീഴ്ചയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കോടതിയിലെത്തുമ്പോൾ കോടതി പറയും. ഒരു അല്പസമയത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞോളൂ. അല്പസമയം പറഞ്ഞോ, താങ്കൾ പറഞ്ഞോളൂ സാർ. നിങ്ങൾ കോടതിയെ അഭിനന്ദിച്ചു, നല്ല കാര്യമെന്ന് പറഞ്ഞു. ഈ കോഴിക്കോട് VM ബിനു, സിനിമാ സംവിധായകൻ VM ബിനു മേയറിന് വേണ്ടി നിങ്ങളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന സ്ഥാനാർത്ഥി ആണ്. അതും വോട്ട് പോയതല്ലേ? പറയട്ടെ, ആര് സ്ഥാനാർത്ഥി സാർ? കോൺഗ്രസ് മേയർ ആയിട്ടല്ല അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹത്തിന് പോലും വോട്ടുണ്ടോ എന്ന് തിരക്കി പിടിച്ച് അറിയാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യരെയാണ് നിങ്ങൾ മേയർ എന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ കോടതി കണ്ടപടി വോട്ടിച്ചില്ലേ?
കോടതി കണ്ടം വഴി ഓടിച്ചതും അതും ഇതൊന്നും അല്ല. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതില് ഏതൊരു പരാതിയിലും തീർപ്പ് കൽപ്പിക്കുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കേണ്ട ഒരു ന്യായമുണ്ട്. അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞു നേരത്തെ ഈ മുട്ടട നിങ്ങളുടെ UDF സ്ഥാനാർത്ഥിയെ CPM നേതാവിനെ കണ്ടം വഴി ഓട്ടിച്ചു എന്ന് പറഞ്ഞു. അത് അത് നല്ലത്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇതിലേക്ക് വരും. അതിപ്പോ ഞാൻ പറയട്ടെ, അല്ല VM മത്സരിക്കുന്നില്ല, പകരം വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. സാർ ഒരുമിച്ച് ഈ VM LDF സ്ഥാനാർത്ഥിയോ സാർ? നിങ്ങളുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ? നിങ്ങൾ വിഷയത്തിൽ നിന്ന് പോകാതെ ഇതിലേക്ക് വരൂ. വിഷയത്തിൽ നിന്ന് മാറി പോകാതെ ഇതിലേക്ക് കടന്നു വരൂ. എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് ഈ മുട്ടടയിൽ മുട്ടിടിക്കുന്നത്? നേരെ കോഴിക്കോട് പോണ്ട, ഇവിടെ നിൽക്കുക. അത് നമുക്ക് വേറെ അവസരം വരുമ്പോൾ ചർച്ച ചെയ്യാം. അല്ല ഒരുമിച്ച് ഞാൻ മുട്ടട മാത്രം സംസാരിക്കണം, നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അല്ല. നമ്മൾ വേറെ ഒന്നും സംസാരിച്ചില്ല. നമ്മൾ എവിടേക്ക് പോയി? വേറെ എങ്ങും പോയില്ല. രാജേന്ദ്രൻ മുഖ്യമന്ത്രി, വേറെ എങ്ങും പോയില്ല. പിന്നെ മറ്റുള്ളവർ അങ്ങനെ വേറെ എങ്ങും പോയില്ല. ഈ ഒരു വിഷയത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തെല്ലാം വിഷയങ്ങൾ ശബരിമലയിലൊക്കെ ഓരോരുത്തർ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അതൊന്നും നമ്മൾ പോയില്ലല്ലോ. എന്റെ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കുമാരി വൈഷ്ണ SL പേര് വോട്ടർ പട്ടികയിൽ നിന്നും അനധികൃതമായി നീക്കം ചെയ്ത നടപടി റദ്ദാക്കിക്കൊണ്ട് ഈ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരവിൽ നിന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറും ഹിയറിംഗ് ഉദ്യോഗസ്ഥരായ ശ്രീ GR പ്രതാപചന്ദ്രൻ, കാർത്തിക GM എന്നിവരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് നിങ്ങൾ സമ്മതിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് സമ്മതിക്കാൻ ആദ്യമേ ഈ ബിനുവിന്റെ കേസിൽ കണ്ടോ സാർ? കുരുങ്ങിയത് കണ്ടോ? നിങ്ങൾ എന്തിനാണ് പോകുന്നത്? നിങ്ങൾ ഇതിലേക്ക് വാ. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഇത് പറയുമ്പോൾ എന്തിനാണ് അങ്ങ് പേടിക്കുന്നത്? അങ്ങ് എന്തിനാണ് പേടിക്കുന്നത്? ഇതിലേക്ക് വാ, ഇതിലേക്ക് വാ. മുട്ടടയിൽ മുട്ടിടിക്കുകയാണ് ഇപ്പോ. മുട്ടട ഇവിടെ അടുത്താണ്, നിങ്ങൾ മുട്ടിടിച്ചോണ്ടിരിക്കുക. ഏതൊരു പരാതിയിലും തീർപ്പ് കൽപ്പിക്കുക രണ്ട് ഭാഗവും നോക്കണ്ടേ? സ്വാഭാവികമായിട്ട് നോക്കണ്ടേ? പിന്നെ നിങ്ങൾ വലിയ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു, കുറെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. ഒരു KSRTC ബസിന്റെ ഒരു ഡ്രൈവറെയൊക്കെ കാണിച്ചു കൂട്ടിയ ഇതൊന്നും ആൾക്കാരൊന്നും മറന്നിട്ടില്ല. ഇത് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് വോട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മത്സര രംഗത്ത് നിന്ന് പോലും മാറ്റിയത്. പേടിച്ചാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ആര്യ രാജേന്ദ്രൻ എന്തിനാണ് ഇപ്പൊ മാറി നിൽക്കുന്നതെന്ന് അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ആര്യ രാജേന്ദ്രൻ ഇവിടെ ചെയ്ത നല്ല നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം തലസ്ഥാന വാസികൾക്ക് അറിയാം. സാർ അത് പോട്ടെ സാർ, ചർച്ച തീരുന്നു ഒരു കാര്യം ഞാനത് പറയും. അത് അന്ന് വളരെ പെട്ടെന്ന് കോൺഗ്രസിന് ഇവിടെ എത്ര കൗൺസിലർ ഉണ്ട് സാർ? എത്ര സീറ്റ് ഉണ്ട് തിരുവനന്തപുരം? അല്ലല്ല, അത് ഇതിപ്പോ നമ്മൾ സീറ്റിന്റെ വിഷയമല്ല. ഇതിപ്പോ അല്ലല്ല, കോൺഗ്രസിന്റെ സീറ്റിന്റെ വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലോക്സഭയിൽ ഇപ്പൊ ആരാ ഇപ്പൊ ഉള്ളത്? ലോക്സഭയിൽ ആരാ നിൽക്കുന്നത്? എല്ലാ സ്ഥലങ്ങളിലും ശശി തരൂരല്ലേ വിജയിച്ചിരിക്കുന്നത്? എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ നോക്കണ്ട. തിരുവനന്തപുരം കോർപ്പറേഷൻ ബന്ധപ്പെട്ടല്ലേ? അതായത് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ BJPയും നിങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ അനിയൻ ബാവ ചേട്ടൻ ബാവ കളിച്ചിട്ടാണ് ഈ 37 സീറ്റൊക്കെ BJPക്ക് അവിടെ വാങ്ങിച്ചു കൊടുത്തത്. സമയമില്ല, പെട്ടെന്ന് ചുരുക്കി ഒരു 30 സെക്കൻഡ് എനിക്ക് റജിയിലൂടെ പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് 10 സീറ്റാണ് നിങ്ങൾക്ക് ആകെ അല്ല, ആയിക്കോട്ടെ. അത് ഇനിയിപ്പോ വരുമല്ലേ, അടുത്ത ഇലക്ഷൻ വരുമല്ലേ? എന്നിട്ട് പിന്നെന്തിനാ പേടിക്കുന്നത്? പിന്നെന്തിനാണ് മുട്ടടയിൽ പേടിക്കുന്നത്? അല്ല, അതെന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് വരുമ്പോ കാണാം. വരുമ്പോ കാണാം. നമുക്ക് ഇത് ഉത്തരം ഇനിയിപ്പോ സമയം അധികം ഇല്ലല്ലോ. ഇനി അധികം സമയമില്ല. ഇനിയിപ്പോ 20 ദിവസം കൂടെ കഴിയുമ്പോ അറിയാം. 10-20 ദിവസം കൂടെ കഴിയുമ്പോ അറിയാം. ഈ തിരുവനന്തപുരം ഇപ്പൊ തന്നെ പേടിച്ചു തുടങ്ങി. സ്ഥാനാർത്ഥിയെ കണ്ടപ്പോ തന്നെ നിങ്ങൾ പേടിച്ചു തുടങ്ങി. ഞാൻ ഒറ്റ സെക്കൻഡ് റജി, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ ചുരുക്കി സമയമില്ല. ഇങ്ങനെ വിഷയം മാറ്റി പോയി. ഇത് ഈ ഒരു സാധാരണക്കാരന്റെ അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു നടപടിയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? വളരെ തീർച്ചയായിട്ടും സാധാരണക്കാരായ വോട്ടർമാരെ, അതായത് CPM അനുകൂലമായി വോട്ട് ചെയ്യാത്തവരെ എങ്ങനെ നിശബ്ദരാക്കാം എന്നുള്ളതിനെ അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് തെറ്റായ മാർഗത്തിലൂടെ നിയമവിരുദ്ധമായി വോട്ടിനെ നിഷേധിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് വൈഷ്ണ സുരേഷിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ശ്രീ ബെമ്പാൻ നസീർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നോക്കൂ. BJPയുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് ഇവിടെ കോർപ്പറേഷനിൽ പ്രവർത്തിക്കാൻ നീക്കം നടത്തുന്നു. എത്ര പരിഹാസ്യമാണെന്ന് നോക്കൂ. ഇവിടെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ദേശീയ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം കേരളത്തിന് പുറത്ത് പോയിട്ടില്ല. ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒരു പ്രചരണത്തിനും അദ്ദേഹം പോയിട്ടില്ല. ഇവിടെ BJPയുമായി ചേർന്നുകൊണ്ട് BJP അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ കാലാവസ്ഥ ആ തരത്തിലേക്ക് മാറ്റുവാൻ ശ്രമിക്കുന്നത് CPM ആണ്. CJP മുന്നണിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. ഈ മുട്ടടയിൽ മുട്ടടിക്കുന്നതും
ഇനിയിപ്പോൾ ഇലക്ഷൻ ഫലം വരുന്നതും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എ ഷുക്കൂർ, വെമ്പായൻ നസീർ, പി കൃഷ്ണദാസ്, ബി റജി, എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.